ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. പണ്ടത്തെ കാലത്തൊന്നും മെന്റൽ ഹെൽത്ത് ഇൽനെസ് ഇത്രയും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇത്രയും അധികം ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വെറുതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും പണ്ടില്ലായിരുന്നുവെന്നോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. ദാറ്റ് ഈസ് സെയിം ലൈക്ക് പണ്ടത്തെ കാലത്ത് സ്ട്രോക്കും ക്യാൻസറും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അവരുടെ പേരൻസ് എങ്ങനെ മരിച്ചുപോയി എന്ന് ചോദിച്ചെങ്കിൽ അവരൊരിക്കലും പറയത്തില്ല സ്ട്രോക്കോ ക്യാൻസറോ കൊണ്ടാണെന്ന്. ഒന്നെങ്കിൽ അവർ പറയും കുറെ നാൾ കിടപ്പിലായിരുന്നു എന്നിട്ട് മരിച്ചുപോയി, പ്രായമായതുകൊണ്ട് മരിച്ചുപോയി, അല്ലെ? പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മളോട് ചോദിച്ചെങ്കിൽ നമ്മൾ അതിന് കറക്റ്റായിട്ട് പറയും ക്യാൻസർ കാരണം മരിച്ചു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് മരിച്ചു, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് മരിച്ചു എന്ന്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ സ്ട്രോക്കും ക്യാൻസറും ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം, മറിച്ച് അത് അവർ ഡയഗ്നോസ് ചെയ്തിട്ടില്ലായിരുന്നു. സെയിം ലൈക്ക് മെന്റൽ ഹെൽത്ത് ഇൽനെസ്. മെന്റൽ ഹെൽത്ത് ഇൽനെസ് പണ്ട് ഡയഗ്നോസ് ചെയ്തത് കുറവായിരുന്നു, അതിനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു.